എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാമ്പിനെ കൊല്ലുന്ന പരിപാടിയാണ്. പാമ്പിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കൊല്ലുന്ന നേരിട്ട് കൊല്ലുകയല്ല കേട്ടോ. പാമ്പ് പറമ്പിലേക്ക് വരാതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒക്കെ നമ്മുടെ പറമ്പിലെ പുല്ലുകളെയൊക്കെ നമ്മൾ കളയണം. എപ്പോഴും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും പറമ്പുമൊക്കെ ക്ലീനാക്കി കിടക്കണം. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് പുല്ല് പറിക്കാനും കാട് വെട്ടിയാൽ പെട്ടെന്ന് അത് കിളുത്ത് വരും. അപ്പോൾ ഒരു തോർച്ച കിട്ടുമ്പോൾ കുറച്ച് ഒരു മണിക്കൂറൊക്കെ മതിയെന്ന് പറയപ്പെടുന്നു കേട്ടോ. ഈ പുല്ല് പോകാനുള്ള ഒരു കളനാശിനിയുണ്ട്, അതൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ അതാണ്. റൗണ്ടപ്പ് എന്ന് പറഞ്ഞ കളനാശിനി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു അളവുണ്ട്. ആ അളവിന് വെള്ളവും പിന്നെ മരുന്നും എടുത്തിട്ട് വേണം നമ്മൾ അടിക്കാൻ കേട്ടോ. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വലിയ പമ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാമ്പിൻ്റെ ശല്യം നമ്മുടെ പറമ്പിൽ നിന്ന് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ പറമ്പുകളും പിന്നെ പരിസരങ്ങളും എപ്പോഴും വൃത്തിയാക്കിയിടണം. ഇതേപോലെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര എലിമടയും പാമ്പുമാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ, കുട്ടികൾ നടക്കുമ്പോൾ ഒക്കെ. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പേടി വേണ്ട. അപ്പോൾ ഇന്ന് ഞാൻ റൗണ്ടപ്പ് എന്ന് പറഞ്ഞ കളനാശിനി അടിക്കുന്ന വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ഈ കളനാശിനി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് ചെയ്യണം. പുല്ല് കരിഞ്ഞു പോകുന്നതിൻ്റെ ഒപ്പം നമുക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ മാസ്കൊക്കെ ഇട്ട് നമ്മുടെ ശരീരത്തിലും കയ്യിലൊന്നും ആകാതെയൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ചെറിയ സ്പ്രേയറിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇറങ്ങി നിന്ന് പറിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഈ പുല്ല് നിൽക്കുന്നത്. നമുക്ക് കാലും മുട്ടൊക്കെ വയ്യാത്തവർക്ക് പ്രത്യേകിച്ച് ആർക്കും പറ്റില്ല. അപ്പോൾ ഈ പുല്ലുകളെയൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് വൃത്തിയായി കിട്ടും. അതാണ് ഇന്നത്തെ വീഡിയോ. ചെടികളിലൊന്നും ആകാതെ നോക്കണം കേട്ടോ. ചെടിയെല്ലാം കരിഞ്ഞു പോകും. ചെടീൻ്റെ ഇടയ്ക്കോടെയുള്ള പുല്ലിൽ അടിച്ചു കൊടുത്താൽ മതി. കുറച്ച് ചെടി പോയാലും വേണ്ടില്ല, പാമ്പ് കയറാതിരിക്കട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ ഈ റോഡിൻ്റെ നടവഴിയാണ് റോഡ്. എന്നാൽ ആ രണ്ട് ഭാഗത്ത് നിറയെ പുല്ല. എത്ര വെട്ടിയാലും അത് പെട്ടെന്ന് മുളച്ച് വരും. അപ്പം ഞാൻ ആ രണ്ട് ഭാഗത്തും കുറച്ച് മരുന്ന് അടിച്ചു കൊടുക്കുകയാണ്. വെയിലുണ്ടെങ്കിൽ വൈകുന്നേരം 2 ദിവസം കൊണ്ട് അതൊക്കെ കരിഞ്ഞു പൊക്കോളും. ആദ്യം അടിച്ച ഭാഗത്തൊക്കെ ക്ലീനായി കിടക്കുന്നുണ്ട് കേട്ടോ അടുത്ത പറമ്പിൽ. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെയൊന്ന് അടിക്കാമെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയൊക്കെ ഒരു മരുന്ന് വാങ്ങിയിട്ട് നമുക്ക് വീട്ടമ്മമാർക്കും നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റും. സൂക്ഷിക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ചും ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മഴയും പ്രളയവും എല്ലാം കൊണ്ടും എല്ലാവരും നന്നായിരിക്കണേ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ബായ്.